അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ പിന്മാറി. കമലാ ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച ബൈഡന്റെ പിന്മാറ്റ പ്രഖ്യാപനം സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ബൈഡന്റെ തീരുമാനം തെരഞ്ഞെടുപ്പിന് 4 മാസം ബാക്കി നിൽക്കെയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, ട്രംപുമായുള്ള സംവാദത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനമായിരുന്നു ബൈഡനെതിരെ ഉയർന്നത്. പിന്നീട് ബൈഡന് കോവിഡ് സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ ഒരു ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണോ ഇപ്പോൾ ഈ ഒരു പെട്ടെന്നുള്ള ഒരു ബൈഡന്റെ പിന്മാറ്റം? തീർച്ചയായും സ്വാതി, ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 11:30 അദ്ദേഹത്തിന്റെ ട്വീറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നത്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി താൻ പിന്മാറുന്നു എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം കമലാ ഹാരിസിനെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ട്വീറ്റിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ഇന്നലെ മുതൽ ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത അനാരോഗ്യം, ഓർമ്മക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത്തരം ഗുരുതരമായ സാഹചര്യത്തിലൂടെ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ പോകുന്ന അന്തരീക്ഷത്തിൽ അത് പോകുന്ന അന്തരീക്ഷത്തിൽ തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ട്രംപുമായിട്ടുള്ള സംവാദം. നമുക്കറിയാം, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദമാണ് അവരുടെ മാറ്റ് ഉരയ്ക്കുന്നത്. അവിടെയാണ് ആ സംവാദത്തിൽ, ആദ്യത്തെ സംവാദത്തിൽ തന്നെ വലിയ പരാജയം അല്ലെങ്കിൽ വലിയ തോൽവി, വലിയ പിൻവാങ്ങൽ ബൈഡന് ട്രംപിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് അമേരിക്കയിലെമ്പാടും ലോകത്തെമ്പാടും തന്നെ ചർച്ചയായതാണ്. ആ സംവാദത്തിലെ തോൽവിക്ക് ശേഷം ഡെമോക്രാറ്റുകളുടെ ഉന്നത കേന്ദ്രങ്ങളിലൊക്കെ ഇത് ചർച്ചയാവുകയും കഴിഞ്ഞ ദിവസം ബറാക് ഒബാമ തന്നെ നേരിട്ട് ബൈഡനോട് ആവശ്യപ്പെടുകയും ചെയ്തു. താങ്കൾ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു. ഡെമോക്രാറ്റുകൾക്ക് പുതിയ സ്ഥാനാർത്ഥിയെ വേണ്ടിവരും എന്നൊരു ചർച്ച കൂടി ഉരുത്തിരിഞ്ഞു വന്നു. എന്നാൽ അതിനും ഒരാഴ്ചകൾക്ക് മുമ്പ് ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയെ പിൻവാങ്ങില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു ബൈഡൻ എടുത്തിരുന്നത്. പക്ഷേ ബറാക് ഒബാമയുടെയും പഴയ സ്പീക്കറായ നാൻസി പെലോസിയുടെയും ഒക്കെ നിർദ്ദേശവും അദ്ദേഹത്തിന്റെ തന്നെ, ബൈഡന്റെ തന്നെ അനുകര ബന്ധത്തിലുള്ള തീരുമാനവും സമ്മർദ്ദവും ഒക്കെ കൂടിയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ബൈഡനെ എത്തിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കമലാ ഹാരിസിന് വേണ്ടി കമലാ ഹാരിസ് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന രൂപത്തിൽ ഡെമോക്രാറ്റുകൾക്കിടയിൽ ഒരു ചർച്ച രൂപപ്പെട്ടു വരികയും ചെയ്തു. ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ സ്വാഭാവികമായും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ബൈഡനും എത്തുകയായിരുന്നു. നമുക്കറിയാം, ഇതോടൊപ്പം തന്നെ ട്രംപ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ചെവിക്ക് വെടിയേൽക്കുകയും ആ വെടിയേറ്റത് അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനാർത്ഥിയിൽ വലിയ ആനുകൂല്യം, വലിയ പിന്തുണ അമേരിക്കക്കാർക്കിടയിൽ റിപ്പബ്ലിക്കൻസിന് മുകളിലേക്ക് ആ ഒരു ആനുകൂല്യം വരികയും ചെയ്തു. ആ സമയത്ത് ബൈഡൻ കോവിഡ് ബാധിച്ച് ചികിത്സയിലായത്. സ്വാഭാവികമായും ട്രംപിന്റെ ആക്രമണങ്ങൾ, ട്രംപിന്റെ മൂർച്ചയേറിയ വാക്കുകൾ, ട്രംപിന്റെ പ്രയോഗങ്ങളൊക്കെ ഡെമോക്രാറ്റുകളെ വളരെ ക്ഷീണിപ്പിച്ചു. ആ വളരെ ക്ഷീണിതനായ ബൈഡന് പകരം മറ്റൊരാളെയാണ് പരിഗണിക്കേണ്ടതെന്നുള്ള ചർച്ച വന്നു. അതാണ് കമലാ ഹാരിസിലേക്കും ബൈഡന്റെ പിന്മാറ്റത്തിലേക്കും എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി. ശരി ശ്രീജിത്ത്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ പിന്മാറി. കമലാ ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച ബൈഡന്റെ പിന്മാറ്റം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. ബൈഡന്റെ തീരുമാനം തെരഞ്ഞെടുപ്പിന് 4 മാസം ബാക്കി നിൽക്കെയാണ്.